ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 9-10 വാക്യം. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കും. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഹല്ലേലൂയ. പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ ഇന്ന് പുത്രൻ നമ്മളെ ഓരോരുത്തരെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. എങ്ങനെ ഈ സ്നേഹം നമുക്ക് കാണിക്കാൻ? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എങ്കിൽ ആ വ്യക്തിയെ ഞാൻ അനുസരിക്കും. അതാ വചനം പറയുന്നത്. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. നമ്മൾ ആ പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കണം. ആ സ്നേഹത്തിൽ നമ്മൾ എങ്ങനെയാ നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കുന്നത്? അതായത് ആ പുത്രൻ എന്ത് പറഞ്ഞോ അത് ഞാൻ അനുസരിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഞാൻ വസിക്കുന്നത്. മക്കള് പറയും മാതാപിതാക്കളെ ഞാൻ സ്നേഹിക്കുന്നെന്ന്. എന്നാൽ മാതാപിതാക്കള് പറയുന്നത് ഒന്നും അനുസരിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും മക്കൾക്ക് പറയാൻ കഴിയത്തില്ല ഞാൻ എന്റെ അപ്പനെയും അമ്മയെ സ്നേഹിക്കുന്നു. എന്റെ അപ്പനെയും അമ്മയെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ അവര് പറയുന്നത് അനുസരിക്കും. വചനത്തിൽ പറയുന്നു ആ പുത്രന്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നെന്ന് നമ്മൾ പറയുന്നെങ്കിൽ നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ ഞാൻ ആ പുത്രൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുസരിക്കുമ്പോഴാ എങ്കിൽ മാത്രമേ ആ പുത്രന്റെ സ്നേഹത്തിൽ എനിക്ക് വസിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. വചനം നോക്കിയാൽ അറിയാം, പിതാവ് എന്ത് പറഞ്ഞു അത് മുഴുവൻ പുത്രൻ അനുസരിച്ചു. പിതാവിനോടുള്ള സ്നേഹം പുത്രൻ അങ്ങനെയാ തെളിയിച്ചത്. നമ്മുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ യേശു ആയിരിക്കണം. യേശു പിതാവിനെ അനുസരിച്ചതുപോലെ ഇന്ന് പുത്രൻ നമ്മളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ഒക്കെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ ആ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട്. ഒരിക്കലും ഈ സ്നേഹം വന്നു പോകുന്നതല്ല, അത് എന്നേക്കുമായി സ്ഥിരമായി വസിക്കുന്നതാണ്, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതാ. ആ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ആ സ്നേഹത്തിൽ നമുക്ക് വസിക്കണമെങ്കിൽ നമ്മൾ ഈ പുത്രനെ അനുസരിക്കണം. പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ആ സ്നേഹത്തിൽ വസിക്കുന്നത് കാണാനാണ്. നമ്മൾ ഓരോരുത്തരും അതിനായിട്ട് ഒരുങ്ങണം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനായതാ, നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായതാ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ ഓരോരുത്തരെയും കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ഭൂമിയിൽ എങ്ങനെ ആയിരിക്കണമെന്ന് ഈ വചനത്തിലൂടെ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. അത് ഈ വചനം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കാനായിട്ട് നമ്മളെ തന്നെ ദൈവകാര്യങ്ങളിൽ ഏൽപ്പിച്ചു നമ്മൾ അതിനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. ഇനി കർത്താവ് എന്ത് പറഞ്ഞാലും അത് ചെയ്യുവാൻ തയ്യാറായിട്ട്, കർത്താവ് എന്ത് പറയുന്നു അത് ചെയ്യുവാനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. ഈ വചനങ്ങൾ ദൈവമായ കർത്താവ് എല്ലാവരെയും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവെ സ്തുതിക്കുന്നു. ഈ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് അപ്പാ നിന്റെ മക്കളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ വചനം അനുസരിക്കുവാൻ, വചനം ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുവാൻ കർത്താവെ ഹല്ലേലൂയ, ജീവിതത്തിന് നന്മയായത് കർത്താവെ തിരഞ്ഞെടുക്കുവാൻ, ജീവിതത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കർത്താവെ നിന്റെ മക്കൾക്ക് നീ വിവേചനത്തെ നീ കൊടുത്തിരിക്കുക. സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹല്ലേലൂയ. തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ സംശയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ കർത്താവെ ഹല്ലേലൂയ. നിന്റെ പരിജ്ഞാനപ്പ നിന്റെ മക്കൾക്ക് നീ പകർന്നു കൊടുക്കുന്നതിനായ സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ സ്വർഗീയ സമാധാനം ഹല്ലേലൂയ എല്ലാ മക്കളുടെ മേലപ്പ നീ പകരുന്നതിനായ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഹല്ലേലൂയ വചനം, മാറ്റമില്ലാത്ത വചനം വിശ്വസിക്കുവാനും അതിൽ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാനും കർത്താവെ എല്ലാവരെയും നീ ഒരുക്കണം. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വ്യക്തികൾ കർത്താവെ അവർക്കൊക്കെ ഞങ്ങൾ മാതൃകയായിരിക്കാൻ തക്കോണം അപ്പൊ നിന്റെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും കർത്താവെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം അപ്പൊ എല്ലാ മക്കളെ നീ സഹായിക്കണം, ശക്തീകരിക്കണം. നിന്റെ കൃപയിൽ നിന്റെ മക്കളെ നീ പൊതിയണം. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.